മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസാണ്. യെസ്, നമ്മുടെ പൊളിറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മാർക്കറ്റ് അറൗണ്ട് അസ് എന്ന ചാപ്റ്റർ അല്ലെ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്താണ് ഈ വീക്ക്ലി മാർക്കറ്റ് അല്ലെങ്കിൽ ആഴ്ച ചന്തകൾ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ കോഴിക്കോടാണെങ്കിൽ SM സ്ട്രീറ്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആഴ്ചകളിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ആണ് എന്താ? യെസ്, നമ്മുടെ വീക്ക്ലി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡു നോട്ട് ഹാവ് പെർമനന്റ് ഷോപ്പ്. ഇവർക്ക് എന്താണ് പെർമനന്റ് ആയിട്ട് ഷോപ്പ് ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും തുണിയൊക്കെ വിരിച്ചിട്ട് സാധനങ്ങൾ എന്താണ് വിൽക്കുന്ന ആൾക്കാരാണ്. വളരെ ചീപ്പ് റേറ്റിൽ വിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വീക്ക്ലി മാർക്കറ്റിലുള്ള ആളുകൾ. ദെൻ ട്രേഡേഴ്സ് സെറ്റ് അപ്പ് ഷോപ്പ് ഫോർ ഡേ ആൻഡ് ക്ലോസ് ദം അപ്പ് ദ ഈവനിംഗ്. രാവിലെ ആ കട തുറന്ന് അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ എന്താ അത് അടയ്ക്കുകയും ചെയ്യും കേട്ടോ. വെറും ആഴ്ച ചെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, സാധാരണ ഞായറാഴ്ചകളിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ദെൻ ദേ മേ സെറ്റ് അപ്പ് ഡിഫറെന്റ് പ്ലേസ് ദ നെക്സ്റ്റ് ഡേ. അവർക്ക് വേറൊരു സ്ഥലം നെക്സ്റ്റ് ഡേ പറയുമ്പോൾ എന്താണ് അവർ വേറെ സ്ഥലത്തായിരിക്കും അവരുണ്ടാവുക. ദെൻ പീപ്പിൾ കം ഹിയർ ഫോർ ദേ എവറി ഡേ റിക്വയർമെന്റ്. എല്ലാ ദിവസത്തെയും റിക്വയർമെന്റിന് വേണ്ടി പീപ്പിൾ എവിടേക്കാണ് വരുന്നത്? യെസ്, ഇവിടങ്ങളിലൊക്കെയാണ് വരാറുള്ളത്. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്താണ് വീക്ക്ലി മാർക്കറ്റിൽ ചീപ്പർ റേറ്റിൽ വളരെ ചെറിയ പൈസക്ക് എന്താണ് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ദർ ആർ നോട്ട് ഇൻ പെർമനന്റ് ബിൽഡിംഗ്. ഇവിടെ പെർമനന്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒന്നുമില്ല. അവർ നിലത്തിരുന്നൊക്കെയാണ് സാധനങ്ങൾ വിൽക്കാറുള്ളത്. ദെൻ നമുക്ക് നോക്കേണ്ടത് ഈ പെർമനന്റ് ബിൽഡിങ്ങിന്റെയും വീക്ക്ലി മാർക്കറ്റ് ഷോപ്പിന്റെയും ഡിഫറൻസസ് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആ ഒരു ബിൽഡിങ്ങിന്റെ റെന്റ്, ഇലക്ട്രിസിറ്റി ഫീസ് ഇതൊക്കെ എന്താണ് അവർക്ക് ഗവൺമെന്റിലേക്ക് നേരിട്ട് അടയ്ക്കണം. പക്ഷെ ഇവർക്ക് എന്താണ് ഷോപ്പ് ഓണേഴ്സിന് അതിന്റെ ആവശ്യമില്ല. കാരണം അവര് രാവിലെ തുറന്നു കഴിഞ്ഞാൽ അവർ നിലത്ത് ഇരുന്നിട്ടല്ലേ സാധനങ്ങൾ വിൽക്കുക. അപ്പൊ രാവിലെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം എന്താ ബാക്കിയുള്ള സാധനങ്ങളുണ്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് പേ വേജസ് ടു ദിയർ വർക്കേഴ്സ്. പെർമനന്റ് ബിൽഡിംഗ് ഷോപ്പിലുള്ള ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എന്താണ് വേജസ്, കൂലി കൊടുക്കണം. വീക്ക്ലി മാർക്കറ്റിലോ ഇവിടെ എന്താണ് ദിയർ ഫാമിലി മെമ്പേഴ്സിന് സഹായിച്ച പോലെ അവർ ഫാമിലി മെമ്പേഴ്സിന് കൊടുത്താൽ മതി. ദെൻ പെർമനന്റ് ബിൽഡിംഗ് ഷോപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വൺ ഷോപ്പ് സെല്ലിംഗ് ദ ഗുഡ് അറ്റ് പർട്ടിക്കുലർ പ്ലേസ്. അവർക്കൊരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്. ഇവിടെ ആണെങ്കിലോ അവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ടല്ലേ, ഒരുപാട് ഷോപ്പ് ഉണ്ട്. സെയിം ഗുഡ്സ്, ഒരേപോലത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്സ് എന്താണ് വീക്ക്ലി മാർക്കറ്റിലുണ്ട്. ഇവിടെ നോ കോമ്പറ്റീഷൻ ആണ്, പക്ഷെ ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം എന്താണ്? യെസ്, പെർമനന്റ് ബിൽഡിംഗ് ഷോപ്പിൽ എന്താ അവിടെ ഹയർ പ്രൈസ് ആണ്. വീക്ക്ലി മാർക്കറ്റിനെ അപേക്ഷിച്ച് ഹയർ പ്രൈസ് ആണ് നമ്മുടെ പെർമനന്റ് ബിൽഡിംഗ് ഷോപ്പിൽ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് നല്ല പ്രൈസ് ആണ്. അതുകൊണ്ട് ഇവിടെ നോ കോമ്പറ്റീഷൻ ആണ്. ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം എന്താ വളരെ ചീപ്പ് റേറ്റിലല്ലേ സാധനങ്ങൾ വീക്ക്ലി മാർക്കറ്റിൽ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുറെ ആൾക്കാരുണ്ടോ ഈ ഒരു വിപണിയിൽ. അപ്പൊ ആളുകൾ വില പേശുമ്പോൾ എന്താണ് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, നിർബന്ധമാണ്. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.